ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 2 ഫ്രാക്ഷൻസ്. പേജ് നമ്പർ 34 പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ 4 പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യുന്നത്. പാർട്ട് 6. A rope 2 meters long is cut into 5 equal pieces. What is the length of 3/4 of one of the pieces in meters? In centimeters. 2 മീറ്റർ നീളമുള്ള ഒരു കയർ 5 തുല്യ കഷ്ണങ്ങളായി മുറിക്കുന്നു. ഒരു കഷ്ണത്തിൻ്റെ 4/3 ഭാഗത്തിൻ്റെ നീളം മീറ്ററിൽ എത്രയാണ്? സെൻറ്റിമീറ്ററിലോ? അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ റോപ്പ് ഓഫ് 2 meters. അപ്പോൾ ഒരു റോപ്പിൻ്റെ നീളം എത്രയാണ്? 2 മീറ്ററാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് എ റോപ്പ് ഈക്വൽ 2 മീറ്റർ. എന്നിട്ട് അത് കട്ട് ഇൻറ്റു 5 ഈക്വൽ പീസസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം സ്റ്റെപ്പ്? നമ്പർ ഓഫ് പീസസ് ഈക്വൽ 5. അപ്പോൾ ലെങ്ത് ഓഫ് ഈച്ച് പീസ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് 1 പീസ്, ഒരു പീസിൻ്റെ നീളം എത്രയാണ്? അപ്പോൾ 1 ഡിവൈഡഡ് ബൈ എത്ര പീസാക്കി? 5 പീസാക്കി അല്ലേ? അപ്പോൾ 5 ഇൻറ്റു ടോട്ടൽ എത്രയാണ് നീളം? 2 മീറ്റർ. അപ്പോൾ 2. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 2 ഈക്വൽ 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5. 1 2 ഈസ് എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 2/5 മീറ്ററാണ് ഒരു പീസിൻ്റെ നീളം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3/4 ഓഫ് 1 ഓഫ് ദ പീസ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഓരോ പീസില്ലേ അതിൻ്റെ 3/4 എത്രയാണ്, അതായത് 3/4 പാർട്ട് എത്രയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് 3/4 ഓഫ് 1 പീസ് ഈക്വൽ 3/4. 3/4 എങ്ങനെ എഴുതും? 3/4. 3/4 ഇൻറ്റു 2/5. 2/5 എന്ന് വെച്ചാൽ ഒരു പീസിൻ്റെ നീളം. അപ്പോൾ ഒരു പീസിൻ്റെ നീളത്തിൻ്റെ 3/4 എത്രയാണ് എന്ന് ചോദിച്ചാൽ 3/4 ഇൻറ്റു 2/5. 3 ഇൻറ്റു 2 അല്ലേ? ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് 4 ഇൻറ്റു 5. അപ്പോൾ 3 2s are 6 ഡിവൈഡഡ് ബൈ 20. ഈ 6ഉം 20യും നമുക്ക് വീണ്ടും ചെറുതാക്കാം. അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 20യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10. അപ്പോൾ 3/10 മീറ്റർ എന്ന് കിട്ടും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? മീറ്ററിലുള്ള ആൻസറെ നമ്മൾ സെൻറ്റിമീറ്ററിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 1 മീറ്റർ ഈക്വൽ 100 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 3/10 മീറ്റർ എത്രയാണ്? 3/10 ഇൻറ്റു 100. അപ്പോൾ 3 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 10. 3 ഇൻറ്റു 100 എത്രയാണ്? 300 ഡിവൈഡഡ് ബൈ 10. 300ൻ്റെ അറ്റത്തുള്ള ഒരു സീറോയും വെട്ടിപ്പോവും, താഴെ 10ലെ ഒരു സീറോയും വെട്ടിപ്പോവും. അപ്പോൾ എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. 4 bottles ഓഫ് ദ സെയിം സൈസ് വെയർ ഫിൽഡ് വിത്ത് 3 liters ഓഫ് വാട്ടർ. One of these was used to fill 5 cups of the same size. How much water is there in one such cup in liters and in milliliters? ഒരേ വലിപ്പത്തിലുള്ള 4 കുപ്പികളിൽ 3 ലിറ്റർ വെള്ളം നിറച്ചിരിക്കുന്നു. ഇവയിലൊന്ന് ഒരേ വലിപ്പത്തിലുള്ള 5 കപ്പ് നിറയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു. അത്തരമൊരു കപ്പിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട് മില്ലി ലിറ്ററിലോ? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 4 bottles ഓഫ് ദ സെയിം സൈസ് വെയർ ഫിൽഡ് വിത്ത് 3 liters ഓഫ് വാട്ടർ. അപ്പോൾ ടോട്ടൽ എത്രയാണ് വാട്ടർ ഉണ്ടായിരുന്നത്? 3 liters. അത് എത്ര ബോട്ടിൽസ് നിറച്ചു? 4 bottles അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ ഈക്വൽ 3 liters. നമ്പർ ഓഫ് ബോട്ടിൽസ് ഈക്വൽ 4. അപ്പോൾ ഇനി ഒരു ബോട്ടിലിൽ എത്ര വാട്ടർ കൊള്ളും എന്ന് നമുക്ക് നോക്കാം. വാട്ടർ ഇൻ 1 bottle ഈക്വൽ 1 ഡിവൈഡഡ് ബൈ 4. 1 എങ്ങനെയാണ്? നമുക്ക് ഒരു ബോട്ടിലിൻ്റെ അളവാണ് കാണേണ്ടത്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ എത്രയാണ് ടോട്ടൽ ബോട്ടിൽസ് ഉള്ളത്? 4 bottles അല്ലേ? അതാണ് താഴെ എഴുതേണ്ടത്. 1/4 ഇൻറ്റു ടോട്ടൽ എത്ര വാട്ടർ ഉണ്ടായിരുന്നു? 3. അപ്പോൾ 3. അപ്പോൾ 1/4 ഇൻറ്റു 3. 1ഉം 3യും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 1 3 is 3 ഡിവൈഡഡ് ബൈ 4. 3/4 ലിറ്റേഴ്സാണ് ഒരു ബോട്ടിലിലെ വെള്ളത്തിൻ്റെ അളവ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഓരോ ബോട്ടിലെ വെള്ളവും 5 കപ്പുകളിലായിട്ട് ഒഴിച്ചു എന്നാണ് പറയുന്നത്. 5 കപ്പ് നിറയ്ക്കാൻ ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു കപ്പിൽ എത്ര വെള്ളം കൊള്ളും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്പർ ഓഫ് കപ്സ് എത്രയാണ്? ഈക്വൽ 5. വാട്ടർ ഇൻ 1 കപ്പ് ഈക്വൽ 1 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 3/4.
അപ്പോൾ 1 കപ്പിലുള്ളത് കാണാൻ 1 കപ്പ് അല്ലേ, അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര കപ്പാണ് 5, അതാണ് 5 1/5 ഇൻറ്റു ഒരു ബോട്ടിലിൽ എത്രയാണുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു 3/4, അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × 3 ഡിവൈഡഡ് ബൈ 5 × 4, 1 × 3 3 ആണ്, 5 4s are 20, അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 20 ലിറ്റേഴ്സാണ് ഒരു കപ്പിലുള്ള വെള്ളത്തിൻ്റെ അളവ്. ഇനി ചോദിച്ചിരിക്കുന്നത് ഇത് ലിറ്റേഴ്സിലാണല്ലോ നമുക്ക് കിട്ടിയത്, ഇത് മില്ലി ലിറ്റേഴ്സിലാക്കണം. അപ്പോൾ 1 ലിറ്റർ ഈക്വൽ 1000 മില്ലി ലിറ്റർ. ഇപ്പോൾ ലിറ്ററിനൊക്കെ നമുക്ക് L എന്ന് എഴുതാം, മില്ലി ലിറ്ററിന് ML എന്നും എഴുതാം. 1 ലിറ്റർ ഈക്വൽ 1000 മില്ലി ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 3/20 ലിറ്റർ ഈക്വൽ 3/20 × 1000. ഇനി 3ഉം 1000ഉം മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 1000 ഡിവൈഡഡ് ബൈ 20. 3 × 1000 എത്രയാണ്? 3000 ഡിവൈഡഡ് ബൈ 20. ഇതിൽ 3000 അറ്റത്ത് വൺസിൻ്റെ പ്ലേസിൽ കിടക്കുന്ന ആ 0 വെട്ടാം, താഴെ 20യിൽ ഒരു 0യും വെട്ടാം. അപ്പോൾ എത്ര കിട്ടും? 300 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇത് 300നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 150 ml മില്ലി ലിറ്റർ എന്ന് കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ. A watermelon weighing 4 kilograms was cut into 5 equal pieces. One piece was again halved. What is the weight of each of these two pieces in kilograms and in grams? 4 കിലോഗ്രാം ഭാരമുള്ള ഒരു തണ്ണിമത്തൻ 5 തുല്യ കഷ്ണങ്ങളായി മുറിച്ചു. ഒരു കഷ്ണം വീണ്ടും പകുതിയാക്കി. കിലോഗ്രാമിൽ ഈ 2 കഷ്ണങ്ങളുടെയും ഭാരം എത്രയാണ് ഗ്രാമിലോ? അപ്പോൾ ആൻസർ വെയ്റ്റ് ഓഫ് എ വാട്ടർമെലോൺ. വാട്ടർമെലോൻ്റെ വെയ്റ്റ് എത്രയാണ്? ഈക്വൽ 4 kg, 4 കിലോഗ്രാം. ഇനി അത് എത്ര പീസസ് ആയിട്ടാണ് മുറിച്ചു എന്ന് പറയുന്നത്? 5 അല്ലേ, അപ്പോൾ നമ്പർ ഓഫ് പീസസ് ഈക്വൽ 5. ഇനി ഒരു പീസിൻ്റെ വെയ്റ്റ് കാണാം. വെയ്റ്റ് ഓഫ് 1 പീസ് ഈക്വൽ 1 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു ടോട്ടൽ എത്രയാണ് വെയ്റ്റ്? 4. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 4, 1 × 4 ഡിവൈഡഡ് ബൈ 5, 1 4 is 4 ഡിവൈഡഡ് ബൈ 5 കിലോഗ്രാം. അപ്പോൾ ഒരു പീസിൻ്റെ വെയ്റ്റ് എത്രയെന്ന് കിട്ടി? 4 ഡിവൈഡഡ് ബൈ 5 കിലോഗ്രാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ഓരോ പീസിനെയും 5 പീസാക്കിയെന്ന് പറഞ്ഞല്ലോ, അതിൽ ഓരോ പീസിനെയും വീണ്ടും 2ആയിട്ട് മുറിക്കുകയാണ്. അപ്പോൾ ഒരു പീസ് എടുക്കാം നമുക്ക്. ഒരു പീസിനെ എത്രയായിട്ട് മുറിച്ചു? 2ആയിട്ടാണ് മുറിച്ചത്. അപ്പോൾ നമ്പർ ഓഫ് പീസ് ഈക്വൽ 2 അല്ലേ, ഒരു പീസിനെ 2ആയിട്ട് മുറിച്ചു, 2 ആണ്. അതിൽ ആ മുറിച്ച് 2 ആയിട്ട് മുറിച്ചതിൻ്റെ എത്രയാണ് വെയ്റ്റ്? വെയ്റ്റ് ഓഫ് 1 പീസ് ഈക്വൽ 1 ഡിവൈഡഡ് ബൈ 2. വെയ്റ്റ് ഓഫ് 1 പീസ് എന്ന് പറയുമ്പോൾ ഒരു പീസിൻ്റെ വെയ്റ്റ്, അപ്പോൾ 1 ഡിവൈഡഡ് ബൈ എത്രയാണ് മുറിച്ചത്? 2 പീസാക്കി അല്ലേ, അപ്പോൾ ആ 2 ആണ് താഴെ എഴുതേണ്ടത്. 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4/5, 1 × 4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5, 1 4 is 4 ഡിവൈഡഡ് ബൈ 2 5s are എത്രയാണ്? 10. അപ്പോൾ 4/10. 4/10നെ വീണ്ടും നമുക്ക് ചെറുതാക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. അപ്പോൾ 2/5 കിലോഗ്രാം എന്ന് കിട്ടും. ഇനി പറഞ്ഞിരിക്കുന്നത് ഈ കിലോഗ്രാമിനെ ഗ്രാം ആക്കാനാണ്. അപ്പോൾ 1 കിലോഗ്രാം ഈക്വൽ 1000 ഗ്രാംസ്. 2/5 കിലോഗ്രാം ഈക്വൽ 2/5 ഇൻറ്റു 1000 ഈക്വൽ 2 × 1000 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 2000 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 2000നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 400 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ. ഇനി ഫോർത്ത് പ്രോബ്ലം നോക്കാം. എ വെസൽ ഫുൾ ഓഫ് മിൽക്ക് ഈസ് യൂസ്ഡ് ടു ഫിൽ 3 bottles ഓഫ് ദ സെയിം സൈസ്. Then the milk in each bottle was used to fill 4 cups of the same size. What fraction of the milk in the first vessel does each cup contain? ഒരേ വലിപ്പത്തിലുള്ള 3 കുപ്പികൾ നിറയ്ക്കാൻ പാൽ നിറച്ച ഒരു പാത്രം ഉപയോഗിക്കുന്നു. തുടർന്ന് ഓരോ കുപ്പിയിലെയും പാൽ ഒരേ വലിപ്പത്തിലുള്ള 4 കപ്പ് നിറയ്ക്കാൻ ഉപയോഗിച്ചു. ആദ്യത്തെ പാത്രത്തിലെ പാലിൻ്റെ എത്ര ഭാഗമാണ് ഓരോ കപ്പിലും അടങ്ങിയിരിക്കുന്നത്? അപ്പോൾ നമുക്ക് ഇവിടെ എത്ര മിൽക്ക് ടോട്ടലായിട്ട് എത്ര ലിറ്റർ മിൽക്ക് ഉണ്ടായിരുന്നു എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് അതൊരു പാർട്ട് കണക്കാക്കി ചെയ്യാം.
അപ്പോൾ എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ബോട്ടിൽസ്, എത്ര ബോട്ടിൽസിലാണ് നമ്മൾ ഈ മിൽക്ക് നിറച്ചത്? 3 ബോട്ടിൽസിൽ. അപ്പോൾ നമ്പർ ഓഫ് ബോട്ടിൽസ് ഈക്വൽ 3. എമൗണ്ട് ഓഫ് മിൽക്ക് ഇൻ 1 ബോട്ടിൽ, അപ്പോൾ ഒരു ബോട്ടിലിൽ എത്രയായിരിക്കും? 1/3 പാർട്ട് അല്ലേ? 1/3 ഇൻറ്റു നമുക്ക് ടോട്ടൽ എത്ര മിൽക്ക് എന്ന് പറഞ്ഞിട്ടില്ല, അപ്പം പാർട്ട് എന്ന് എഴുതാം. 1/3 പാർട്ട്. അപ്പോൾ നമ്പർ ഓഫ് കപ്സ്, എന്നിട്ട് ഈ ഓരോ ബോട്ടിലിൽ 1/3 പാർട്ടുണ്ട്. അതിന് എത്ര കപ്പ്, ഒരു ബോട്ടിലുള്ളത് എത്ര കപ്പിൽ ഒഴിച്ചു? 4 കപ്പിൽ ഒഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് കപ്സ് ഈക്വൽ 4. അങ്ങനെയാണെങ്കിൽ ഒരു കപ്പിൽ എത്ര പാർട്ട് വേണം? മിൽക്ക് ഇൻ 1 കപ്പ് ഈക്വൽ 1/4. 4 കപ്സ് എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ 1/4 ഇൻറ്റു എത്ര പാർട്ട് എന്നാണ് ഒരു ബോട്ടിലുള്ളത്? 1/3. അപ്പോൾ 1/4 ഇൻറ്റു 1/3. അപ്പോൾ 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3, 1/12 പാർട്ട്. ഇതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.